ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വടുകപ്പുളി നാരങ്ങ അച്ചാറാണ്. ഇതിന് കറിനാരങ്ങ എന്നും പറയും. ഒട്ടും കയ്പില്ലാതെ ഈ കറിനാരങ്ങ അച്ചാർ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കറിനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അരിയുന്ന സമയത്ത് നാരങ്ങയുടെ ആ കുരുവൊക്കെ നീക്കിയിട്ട് വേണം അരിയാൻ. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം അച്ചാർ റെഡിയാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെക്കുക. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ അച്ചാറിൽ ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇഞ്ചി വേണമെന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 6 പച്ചമുളക് വട്ടത്തിൽ നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു അച്ചാറിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ അച്ചാർ പൊടിയോ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അച്ചാറിലേക്ക് പാകത്തിനുള്ള വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നാരങ്ങയുടെ ആ ഒരു ചെറിയ കയ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരമായിട്ട് ശർക്കര ആണെങ്കിൽ ചെറിയൊരു പീസ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കടുകും ഉലുവയും വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ അച്ചാറിലേക്കുള്ള കറിനാരങ്ങ നമ്മൾ ചൂടോട് കൂടെ ചേർക്കുന്നില്ല. ഇത് നന്നായി ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കറിനാരങ്ങ മിക്സ് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അച്ചാറിൻ്റെ കൂട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന കറിനാരങ്ങയും ഇതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ സാധാ നാരങ്ങയിൽ ചെയ്യുന്ന പോലെ നേരത്തെ ഉപ്പ് പുരട്ടി വെക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് കയ്പ്പ് വരുന്നതുകൊണ്ട്. ഞാൻ അങ്ങനെ ഒരു തവണ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര കയ്പ്പായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കറിനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവം കൂടിയാണ് ഈ കറിനാരങ്ങ അച്ചാർ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനാബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.